ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയുന്നില്ലേ. എന്നിട്ട് ചുമ്മാ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അത്ര ഡാമേജ് ചുമ്മാ എടുത്തു കഴിഞ്ഞാൽ അണ്ടാ പിടിക്കാൻ ശ്രമിക്കുന്നല്ലേ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡാമേജ് എടുത്തു, പിന്നെ ചുമ്മാ എന്തെങ്കിലും ഇരിക്കണം എന്ന് വിചാരിച്ചു. ഇതുണ്ടോ സപ്പറൊരു പ്ലെയറല്ല പ്ലെയർ. എന്നിട്ട് പോലും അവൻ ഈ നോബിനോട് തൂക്കും. What the heck is he doing? നമ്മൾ കുറച്ച് വീഡിയോ എങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, ജലദോഷം അതൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം വീഡിയോ ചെയ്തായിരുന്നേ. നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം 35 ഗൈസ്, നമ്മളിപ്പോൾ 70 ആ ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. ഇതുണ്ട് ഒരു ഭാഗത്തായിട്ട് ഇതുണ്ട് ഒരു ബൂട്ട്. അത് നല്ല രസമാണ്. അതിൻ്റെ ഇഷ്ടപ്പെട്ടാണ് ബൂട്ട്. ഈ ബൂട്ടിനൊക്കെ വന്നിട്ടുണ്ട്. വെറൈറ്റി ബൂട്ടല്ലേ. അപ്പം ഇതാ നമ്മൾ പിന്നെ ലോങ് കോഴ്സ് കയറിയേക്കണേ. എൻ്റെ മുഖത്ത് കുറേ കുത്തിവരയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടീമാരാ ഒമേഗ. ഓക്കെ, ഡൈനാമോ ടീമിലാണ് ഇപ്പം ലെവൻ നിൽക്കുന്നതിൽ. ഓ ഗൈസ്, അന്നെ പ്രോ പ്ലെയറാണോ? പ്രോ പ്ലെയർ കൂടുന്നു. പാടില്ല. ആ കമ്പനിലേ നിൽക്കാവുള്ളൂ. ഓ ഗൈസ്, നമ്മൾ റിവെഞ്ച് എടുത്തിരിക്കുകയാണ്. അത് കുട്ടിയാരാക്കാണ്ടെന്ന് വെച്ച് കുറച്ചൊക്കെ കളിയാണ്. നമ്മളിന്ന് കഴിച്ച് വണ്ടാപ്പ് ട്രൈ ചെയ്യുമ്പോൾ വണ്ടാപ്പിട്ട് സ്മോൾ വണ്ടാപ്പൊന്നുമില്ല, ഒരു അത്യാവശ്യം നല്ല വണ്ടാപ്പ്. അതാണ് ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്നത്. വണ്ടാപ്പേശിയൊന്നും നടക്കില്ല. ഞങ്ങളെപ്പോലെ ഞാൻ അത്ര വലിയ പ്രോ പ്ലെയറൊന്നുമില്ല. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഒരു പ്രോ പ്ലെയർ ആവണ്ടേ. ഇതാ ഒരു നല്ല ചാൻസ്. ബോഡി നമ്മളങ്ങനെ ഒരു വണ്ട പിടിച്ചിരിക്കുകയാണ്. കുമ്മാണ്, അങ്ങനെ കാര്യമൊന്നുമില്ല. കുമ്മെന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ ഇട്ടായിരിക്കുന്നു. അപ്പം നമ്മളൊരു അവസരം കിട്ടിയപ്പോൾ മുതലാക്കി. അതൊന്നും തെറ്റല്ല, നമ്മളത് ശരിയായി. ശരി ഗൈസ്, ദാറ്റ് ഈസ് റൈറ്റ്. ഗൈസ്, വണ്ട വേറുന്നില്ല. എന്നാണ് പറഞ്ഞത്? കഴിഞ്ഞ കളി മൊത്തം വണ്ട വേറുന്നുണ്ട്. ഇപ്പം എന്നാണ് പറഞ്ഞത്? 500 ആദ്യം 108 കൊടുക്കുന്നു. നിങ്ങൾക്ക് ആ വീട് എടുത്ത് തരാൻ പറ്റില്ല എന്നാ പറയാനാ ഗൈസ്. എന്നാണെന്ന് അറിഞ്ഞൂടാ. MA2 പാട്ട് കുഴപ്പമില്ല. നൈസായിട്ട് അത്ര നമ്മൾ ഒമേഗയുടെ തലയിടിക്കും. പോലെ പ്രാങ്ക് ചെയ്യണോ അതോ
പ്രോ പ്ലെയറായിട്ട് നമ്മളെ പറ്റിക്കുകയാണ്. ഞാൻ ഒരു ദിവസം പറ്റിയതാണോ? ചിലപ്പോൾ ഈ വഴി ഇപ്പം വഴിയായിരിക്കും ഞാൻ പറഞ്ഞു. ബട്ടർഫ്ലൈ ഇമോട്ടിൻ്റെ കണ്ടോ ബട്ടർഫ്ലൈ ഇമോട്ട് ഇട്ടു. അയൺ കേജ് ലോങ് ഇതൊക്കെ എന്തെന്ന് പറയണ്ട. പിന്നെ അടുത്ത മുടിയാൻ പോകുന്ന സമയമായിരിക്കും. നൈസ് ഗോഡ്സ് ഈ സാധനത്തിൽ കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ടൊന്നും വിചാരിക്കില്ല. നിങ്ങളുടെ എംപൻ്റെ വാശിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടോ വാശി കിട്ടുന്നല്ല. ഞങ്ങൾ വീട്ടിൽ കാണും. നമ്മളോടൊന്നും പറയില്ലല്ലോ ആരും. അടുത്ത ചീറ്റുകളോ അതിലും ഇല്ല വാശിക്കും. പിന്നെ പറയാനാണ് ഇതൊക്കെ ആരും കൊടുത്താളായി അതുകൊണ്ടിടാൻ പോകുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇടുന്നുണ്ട്. നമുക്കിപ്പോൾ എന്നെ ചെയ്യണം? ക്ലാസ് സ്കൂൾ വേണ്ട നമ്മുടെ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അയ്യോ സ്റ്റാർട്ട് ചെയ്തു. എന്തായി നമ്മൾ ഗോൾഡ് അടിച്ചിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഗോൾഡ് അടിച്ചിരിക്കുന്നു. ഭയങ്കര ചുമയാണ് പിന്നെ പറയാനെ. നിങ്ങൾ വിചാരിക്കുന്നില്ലേ കസ്റ്റമറ്റോട് അതൊക്കെ ഞങ്ങളെ പോലെയുള്ളവർക്കൊന്നും അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലവർ കളിക്കുന്നുണ്ടോ നല്ല ഫുൾ മിനി സൈസിൽ, പക്ഷെ അടിക്കുന്ന ഫുൾ കണ്ടാൻ പറ്റും. ലെറ്റ്സ് ഡു ഇറ്റ്. ഈ ഇമോട്ട് കിട്ടാൻ തന്നെ വേണം എനിക്കൊരു 3-4 ആഴ്ച. എന്നിട്ടാ നിങ്ങളൊക്കെ ചിലപ്പോൾ പ്രോ പ്ലെയേഴ്സ് ആയിരിക്കും. ഞങ്ങൾ അല്ലെങ്കിലും വേണം. അടിയടി ആദ്യകാലം മാഫിയത് എന്നെ ആദ്യകാലത്ത് എന്നെ പോലെയുള്ള മാഫികളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് കയറിയത് എന്നെ പോലുള്ളൊരു പ്രോ മാഫിനെ ഇറക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആണെന്നാ വെച്ചാലേ അടുത്ത കളി മുടി എൻ്റെ കില്ലെടുക്കുമ്പോൾ നിനക്ക് എന്നാടാ എൻ്റെ കില്ല് മാത്രം എപ്പോഴും എടുത്തോണ്ട് പോകുന്നേ. ഇങ്ങനെ ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങുന്നു, ഞാൻ അടിക്കുന്ന ഒരാളെ വെറുതെ കയറി ഇടയ്ക്കൊന്ന് ഒറ്റ അടിയെ എനിക്കാണ് കലി തോന്നും. ഞാനാണ് ചുമ്മാ ചതിക്കല്ലേ ഗൈസ്. നമ്മുടെ CS ഗോൾഡ് കണ്ട് അടിക്കുമ്പോൾ എന്നാ കിട്ടത്തില്ല. ആ ഓപ്ഷൻ്റെ സ്കിൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് തന്നേക്കുക. എന്നാ പറയാനാ ഗൈസ്. പണ്ടുള്ള ഇപ്പോഴുള്ളവരാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്നതൊക്കെ ബുയാപ്പാസ് ഗൈസ് ഹക്കർ ബച്ചായേ ഹക്കർ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വേണ്ടി അടുത്ത അടിക്കുന്നുണ്ട് പുള്ളിൻ്റെ അയച്ചു. അവനൊന്ന് നമ്മളിത് അടിക്കടാ. അവൻ നിന്നെ കത്തോ. മോനെ വേണ്ടാന്ന് എൻ്റെ മോനെ. എടാ മോനെ നീ ഓടിക്കണ്ടാ മോനെ. ഞാൻ രണ്ടാമതല്ലേ ചേട്ടാ ഓടി വരാം. എൻ്റെ ഇതുണ്ടോ 7 പുയസ്ട്രൈക്ക് എനിക്ക്. ഞാൻ 3 സ്ഥാനത്താണെന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പക്ഷേ കളി കൊണ്ടോണം. ഇപ്പോൾ വേറെ മഴക്കളി കളിക്കുമ്പോൾ രണ്ടല്ലോ കൊണ്ടുണ്ടോ രണ്ടല്ലോ കൊണ്ടോ അറിയാം. ഞാൻ മാത്രമേ ഉള്ളൂ മോനെ.
സിനിമ അവിടെ ഉണ്ട്. സ്മെല്ലടിക്കുന്നുണ്ട് എടാ പന്ന എൻ്റെ ഗ്യാങ്ങിലുള്ളവരടിക്കാൻ നീ ഒത്തിരി തോന്നുന്നല്ലേ? Guys, what is that she's doing? What is she doing, bro? Guys, എത്ര എടുത്ത് 1 vs 1v4. ശരിയെന്ന് ഇവിടെ 7 ഊരുള്ള ആർക്ക് പോലും കിടന്ന് മുക്കല്ലേ. ഗൈസ് നിങ്ങളൊന്ന് സഹകരിക്കണം ഇവിടേക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ദേശത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് പറയാനില്ലാണ്. പക്ഷേത്തൊക്കെ അടിച്ചിട്ടില്ലേ. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യത്തെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് ലൈക്ക് റിമൂവ് പറ്റില്ല. നൈസ് കുഞ്ഞിൻ്റെ മഡടിക്കുകയാണ് ഗൈസ് നമ്മളങ്ങനെ. അടുത്ത ഫസ്റ്റ് ടൈം നോക്കും പിന്നെ കൊല്ലം ഇവിടെ ഫൈറ്റാണ്. അൾട്രാ ട്രൂക്ക് നാമുണ്ട്. എന്നാണ് ഗൈസ് അവൻ നൈസൊക്കെ അന്നെ ഞാൻ തല്ലി കൊല്ലു. ഒരു ദിവസം ചാവി പറമ്പ മൂത്താലിച്ചേർക്ക ബ്രഡിയാണ്. അപ്പം നമ്മൾ കളി പിടിക്കാൻ മാത്രമായിട്ടാണ് കളി കയറിയത്. നമ്മളെത്ര പകുതി പ്രോ പ്ലെയേഴ്സൊക്കെ എന്നിട്ടും ഇങ്ങനെ കടന്ന് ചമ്മുക എന്നാ പറയാനല്ലേ. എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഈ പറഞ്ഞത് എനിക്കത്ര വിചാരിക്കട്ടെ. അവളുടെ പ്ലെയറാണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത്. അയ്യോ ഇതരത്തിൽ ബുള്ളറ്റ് ബുള്ളറ്റ് ഇപ്പം എന്നാ പറയുക തെറ്റിക്കാൻ വേണ്ടി ഇടിക്കുന്നു. അതാണ്ടാ പന്നൻ ഇതെടുത്ത് 8 പോയി അക്കൗണ്ട്. അങ്ങനെ നമ്മൾ 8 പോയി സ്ട്രൈക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാൻസ് 10ആണ്. അപ്പം കളി തുടങ്ങുന്നതിന് മുമ്പ് ഏതോ എനിക്കെന്തോ അപ്ലിക്കേഷൻ ഡൗൺലോഡ് അവിടെ കയറി ബ്ലോഗ് ഇവൻ കാഴ്ച ഇമാതിരി കളി കിട്ടുന്നു. ഫുള്ളായപ്പോൾ കാണല്ല ഒറ്റയടി തന്നെ എടുത്തു. ടൈറ്റിൽ സ്റ്റാർ റെസ്റ്റോറേറ്റ് ഉണ്ട്. നമ്മളെ പോലെ ഞെട്ടിച്ച് വേളയും തന്നെ എൻ്റെ നോക്കാം ഒന്ന് പറയില്ല. എന്താ ഇന്നില്ല എനിക്കറിയാം. സ്നൈപ്പർ 19 സെമ്മുണ്ട് സ്നൈപ്പർ.
ആരോരുത്തൻ കയറി റിപ്പോർട്ട് എടുത്ത് ചോദിച്ചു. അതുകൊണ്ടാ നമുക്കപ്പോൾ ലോങ് കളിക്കാൻ കാരണം തൊക്കനാണ് ചാൻസ്, ചിക്കനാണ് ചാൻസ് എന്നൊന്നും എനിക്കറിഞ്ഞൂടെ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ചുമയുടെ ഇതൊക്കെ ഉണ്ട്. ഒന്നാമത് ഈ തണുപ്പ് കാലം ആയതൊക്കെ ഭയങ്കര ചുമയാണ്. എന്താ പറയുന്നത്, രസമായിട്ടാണോ അത് അടിപൊളി. അപ്പുറത്തെ നല്ല പ്ലെയറാണ് മറ്റേ ധോണി. ടെക്നോട്ടപ്പ് പോലെ ഇല്ലടാ ഞാൻ കുറച്ച് പ്രോ പ്ലെയർ. ശോകം ബ്രോ. ടെക്നോ ഓട്ടം. അതൊക്കെ അത്ര ഉള്ളൂ. സിമ്പിളെന്ന് പറയണ്ട. ചാടിയുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ അടിച്ച് കിട്ടിയിട്ടതേ ഉള്ളൂ. അവൻ്റെ തലയ്ക്ക് ടൈ അത് അവനാ ശരിയ അറിഞ്ഞില്ലേ. നമ്മൾ വണ്ടാപ്പം ഇനിയാണ് എൻ്റെ ഷോ. എന്നെ എലിമിനേറ്റ് ചെയ്ത് ഗായ്സ്. എന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? നീ സൂപ്പറാടാ. മൊത്തത്തിൽ കളി അല്ല കളിയെന്ന് പറയും. പണ്ടൊക്കെയാണ് ഹീറോയ്ക്കൊന്നുമില്ല, അടി കളിയായിരുന്നു. നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കളി സിമ്പിളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്താ തെന്നാലി രാമ നിന്റെ അങ്ങനെ ഒരു കളി ലീഡ് എടുത്തിട്ടുണ്ടെന്ന് എന്താ പറയാനാ കേസേ. ഇപ്പോൾ കളി വരുമ്പോൾ റിവഞ്ച് കളി എൻ്റെ മെയിൻ കളി പന്ന കണ്ണ എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം ഈ ഞാൻ കളിച്ചു നോക്കി, ഒരു രസം ഞാൻ കളിച്ചു. എൻ്റെ അമ്മോ പൈസ ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ശക്തിക്കുന്ന നമ്മുടെ കൂട്ടുകാർ പോലും ഈ അടി കിട്ടി. അവനെ ഡൗണിലുണ്ട് അടി. പറ്റില്ല പരിപാടിയുണ്ട്. ടോപ്പറാണ് ബ്രോ. ടോപ്പറാണെങ്കിൽ നമ്മൾ ഞാനൊരു പാവട്ടായിരുന്നു സഹകരിക്കില്ലേ. ഓ കുത്തിപ്പിടിച്ചാണ് തൊട്ടു. ഏതുകൊണ്ടെടുക്കും ഗൈസ്. ഇപ്പം ഡെസേർട്ട് എടുക്കുക. വേണ്ട, ഇങ്കി ആകണ വേണ്ട. അയ്യോ ഗൈസ് പോയി.
ഗായ്സ് ഇപ്പോൾ ഡെസേർട്ട് എടുക്കുന്ന നല്ലതാണോ ചീത്താണോ എനിക്കല്ല അഡ്ജസ്റ്റ് ചെയ്യാം. ആ കളി അവൻ ലീഡ് എടുത്തു. അടുത്ത കളി ഗായ്സ് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഈ കളിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ നിങ്ങളിതിൽ ആരെങ്കിലും ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ആരൊക്കെ ഇവിടെ ഫ്രീ ഫയർ കളിക്കുന്നവർക്കൊന്നും അറിയാമല്ലോ. ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്നുമില്ല. സോറി ബ്രോ. അത്ര ഉള്ളു ഗൈസ്. 4-4 ഗൈസ്. സമനില ഗൈസ്. അങ്ങനെ കളി സമനില എത്തിയിരിക്കുന്നു. ഏത് കണ്ണെടുക്കണം ഗൈസ്? സാപ്പാട് കൺഫ്യൂഷൻ ആയല്ലോ. ഒരു കാര്യം ചെയ്യാം, അത്ര മതിയായിരിക്കും. നമ്മളിങ്ങനെ എടുക്കണം. ഓരോടി ഡെസേർട്ട് തന്നെയാണ് പറഞ്ഞത് ഗൈസ്. ഭയങ്കര വണ്ടാപ്പിന്നെയാണ്. നമ്മളൊക്കെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാട് വരുന്നുണ്ട്. കളി പോയി. ലാസ്റ്റ് ടൈമിൽ അവൻ അടിച്ച് എനിക്ക് ഏശിയില്ലല്ലോ. അല്ല ഗൈസ്, നമുക്ക് ഒന്നോടെ കളിക്കാം. ആ കളിയുടെ ദേഷ്യം നോക്കുക. നൂബാണെങ്കിൽ നൂബിൻ്റെ കൂടെ തീർക്കാം, പ്രോ ആണെങ്കിൽ പ്രോൻ്റെ കൂടെ തീർക്കാം. ഒന്നുകൊണ്ട് ഒടിയുന്ന വെടിയോ അടിക്കാൻ പോകുക കളി പന്നെ ആരെ അപ്പുറത്തെ ടീമിൽ ഏതെടുക്കാം ഗൈസ്? ഡെസേർട്ട് എടുക്കാം. അപ്പുറത്തൊക്കെ ഇടയ്ക്ക് നൂവാണ്. ഇടയ്ക്ക് നല്ല കളി നൂവായിരുന്നു. അത് നമുക്കെല്ലാം അറിയുള്ളൂ. നേട്ടം പിടിക്കാൻ പാവം. പോട്ടെ ബ്രോ പോട്ടെ. ഞാനും കണ്ട പോലെ കളിച്ചോളില്ല. ഗറേനയുടെ പവർ എന്തി? ഗറേനയുടെ അസിസ്റ്റന്റിനൊന്നും കളിക്കാൻ പറ്റാതില്ലേ? പോന്നെ ഞാൻ മൂഞ്ചി നിലത്ത് തുടങ്ങും. മാക്ടം കിട്ടു ലോങ് റേഞ്ച്. ഞാൻ പോലും അറിയാതെ ലോങ് റേഞ്ച്. ശരി, ഒന്ന് സൂപ്പർ. ശരിയാണ്, സൂപ്പറാണെന്ന്. ഹാക്കറാണോ വയസ്സ്? ഹാക്കറാണെങ്കിൽ തന്നെ ഹാക്കർ വേഴ്സസ് പ്രോ എന്നാണ് ഈ കളി. നിങ്ങൾ വിറ്റ കളി പോകുന്നുണ്ട്. ഹാക്കർ എനിക്ക് ഉറപ്പാണ്. ഹാക്കർ വേഴ്സസ് പ്രോ നൂബ്. ഇന്ന് പുതിയ റെക്കോർഡിങ് എടുത്തോ? ഹാക്കർ വേഴ്സസ്
OFF. ആ പോകുന്നുണ്ടായിരുന്നു നിങ്ങൾ. ഭയങ്കര ടെക്നിക്കാണെന്ന് എന്നാ പറയാം. പക്ഷേ ഞങ്ങളൊരു സംഭവം പഠിപ്പിച്ചുതരാം. അത് എഴുതി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതൊന്നാണ് അത് മൊത്തം കൊടുക്കുന്നത്. എളുപ്പമായില്ലേ? ഞങ്ങൾക്ക് കളി ഇടിക്കുക, അതിൽ എളുപ്പമാണ്. എന്നുവെച്ചാൽ ഞാൻ അത്ര ന്യൂകൾക്ക് ന്യൂ ടെക്നിക്സൊക്കെ എന്തായിരിക്കും? പാടായിരിക്കും, എനിക്കറിയാം. നിങ്ങൾക്കും പാടായിരിക്കും. ആക്രതണ്ടി കളിക്കാവേ. ന്യൂബനാണ് റെബിനി എന്ന് ഞാൻ പറയുന്നില്ല. Okay, that's a beautiful world. ഓക്കെ ഗൈസ്, ഇതിലുമേ ഒരു കളിയും കൂടെ നിന്ന് കൊടുക്കാവേ. ഒരൊറ്റ കളി മാത്രം നിന്ന് കൊടുക്കാം. ഒരൊറ്റ ഒരു കളി കളി വേണ്ടല്ലേ, അടിക്കല്ലേ. ഗൈസ് പോവാം. നിന്ന് കളയുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നമുക്കൊരു കാരണമില്ല. എൻ്റെ വണ്ടിയുടെ എൻ്റെ ശവത്തിനകത്ത് അടിച്ചണം. നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. നമുക്ക് അപ്പുറത്ത് എന്നോട് വിചാരിച്ചു ഞാനിപ്പോൾ അടിച്ച് എളുപ്പമായിരിക്കും. ഡെസേർട്ട് ഗണ്ണൊന്നും നിൽക്കണ്ട, നീ ഡെസേർട്ട് ഇട്. ഇവിടെ ആർക്കാ എടുക്കടാ? ഭയങ്കര ഗണ്ണ എടുക്കാം. കളി അടിച്ച് പട്ടപ്പുഴ ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. ബൈ.